ബാറക്കുമോർ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. His Grace Maribanios, most respected Corpiscopoi, most respected Rambachans, dearly beloved MMVS Vice President Isaac B. Prakashachan, all the leaders of the diocesan Martha Maria Vanida Samajam, the dear MMVS members, and everyone who is listening to this Friday fasting prayer. കർത്താവിന്റെ തിരുനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഈ ഒരു 10-15 മിനിറ്റ് ഉള്ള ഒരു ആശകൾ പങ്കുവെക്കുന്ന ഈ സാഹചര്യത്തിൽ അതിനു മുമ്പ് നമുക്ക് എല്ലാവർക്കും കുറച്ച് നിമിഷങ്ങളിലേക്ക് നമുക്ക് തലകൾ വണങ്ങാം, പ്രാർത്ഥിക്കാം. Barak in the name of the Father, Son, and the Holy Spirit, one true God, glory be to him, may his grace and mercy be upon us forever. Amen. Heavenly Father, we thank you and we praise you. Open our eyes so that we may see the wondrous works out of thy law. As we spend the next few precious moments, Father, in your presence, may your Holy Spirit speak through the ideas that are shared. May the thoughts that are communicated be a reason for us to improve our lives in today's times. May the stories that we hear, the actions of two martyrs thousands, hundreds of years ago, be a reason for us to think about our lives today and how their lives are so relevant and the decisions that they made are so relevant to us today. Help us to practically implement the ideas and thoughts and the lessons that we hear today. We ask all this as we glorify you, the only begotten Son of the Holy Spirit, now and always and forever and ever. Amen. സാധാരണ ഞായറാഴ്ച പ്രസംഗം ഒരു 3 തൊട്ട് 5 മിനിറ്റാണ് ഞാൻ സാധാരണ എടുക്കുന്നത്. 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തീർക്കുവാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട ഐസക്കച്ചനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛാ മിനിമം ഒരു 15-20 മിനിറ്റ് സംസാരിക്കണമെന്ന് പറഞ്ഞു. സോ തിങ്കിങ് അബൌട്ട് വാട്ട് ടു സ്പീക്ക്, അപ്പോൾ ഈ ആഴ്ചയുടെ ലിറ്റർജിക്കൽ കാലണ്ടർ എടുത്ത് നോക്കിയപ്പോൾ today's important saint is Mar Nikolaos. നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഡയസിലത്തെ മാർ നിക്കോളാവസ് is named after this very saint, Saint Nicholas, ക്രിസ്മസ് പാപ്പ. പക്ഷെ നോക്കിയപ്പോൾ 2 days prior, അപ്പോൾ December 4th 2 ഫീമെയിൽ സെയിൻസ് മാർട്ടിയേഴ്സിന്റെ പറ്റി നമ്മൾ ലിറ്റർജിക്കൽ കാലണ്ടറിൽ നമ്മൾ കാണുന്നുണ്ട്. വി സി മോർത്ത് ബാർബറ ആൻഡ് മോർത്ത് യൂലിയാന. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം സാധാരണ നമ്മൾ അധികം സംസാരിക്കാത്ത, നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത 2 സെയിൻസ് ആണ് ഈ മോർത്ത് ബാർബറ, മോർത്ത് യൂലിയാന. എല്ലാ ഞായറാഴ്ചയും ഞാൻ സേവനം ചെയ്യുന്ന ഇടവകയിൽ സെന്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് ഓഫ് സൗത്ത് ഫ്ലോറിഡയിൽ എല്ലാ ഞായറാഴ്ചയും ഏതൊക്കെ സെയിൻസ് ആണോ, പിതാക്കന്മാരാണോ, വാങ്ങിപ്പോയ സഭയുടെ ശ്രേഷ്ഠന്മാര് എല്ലാവരുടെയും പേരുകൾ കൈകൊണ്ട് എഴുതുകയും കുക്കിലിയോന്റെ സമയത്ത് ഒരു 30 സെക്കൻഡ് വെച്ച് പ്രധാനപ്പെട്ട സെയിൻസ് ആരാണോ, മാർട്ടിയേഴ്സ് ആരാണോ, വാങ്ങിപ്പോയ പിതാക്കന്മാര്, സഭയെ നയിച്ച പിതാക്കന്മാരാരാണോ, അവരുടെ പറ്റി വളരെ ഷോർട്ടായിട്ട് പറയുന്ന പതിവ് എൻ്റെ ഇടവകയിൽ ഉണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് when I was researching these saints, the saints for this week, I saw 2 female martyrs whose life I think is very interesting and relevant. അപ്പോൾ റിസർച്ച് ചെയ്തപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് അല്ലായിരുന്നു വാസ്തവത്തിൽ സിറ്റുവേഷൻ. കൂടുതലും ഒരു ഈ 2 സെയിൻസ്, മോർത്ത് ബാർബറ ആൻഡ് മോർത്ത് യൂലിയാന, അവരുടെ സെറ്റിംഗ് ബാക്ക്ഗ്രൗണ്ട്, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് വാസ്തവത്തിൽ അത്ര ക്ലിയർ അല്ല. early 4th century സെയിൻസ് ആണെന്നായിരുന്നു എൻ്റെ ഒരു അറിവ്. According to the church, the official teaching is
വളരെ AD 306 വളരെ ഏർലി 4th സെഞ്ചുറിയിൽ 4ാം നൂറ്റാണ്ട് 1600 വർഷത്തിൽ കൂടുതൽ മുമ്പേ ജീവിച്ച രണ്ട് വ്യക്തികളായിട്ടാണ് നമ്മൾ സാധാരണ പഠിപ്പിക്കുന്നത്. പക്ഷേ ഒരു സോളിഡ് എവിഡൻസ് ആയിട്ട് അങ്ങനെ ഒരു 7th സെഞ്ചുറിക്ക് മുമ്പേ നമ്മൾ കാണുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഈ അക്കാഡമിക്സിലായതുകൊണ്ട് മാനുസ്ക്രിപ്റ്റ്സ് ഒക്കെ വെച്ചാണ് വായിക്കുവാനും ആശയങ്ങൾ പങ്കുവെക്കുവാനും ആഗ്രഹിക്കുന്നത്. അപ്പോൾ വൺ ഓഫ് ദി ഏർലിയസ്റ്റ് സുറിയാനി ഭാഷയിൽ വൺ ഓഫ് ദി ഏർലിയസ്റ്റ് മാനുസ്ക്രിപ്റ്റ്സ് ഈസ് അവൈലബിൾ ഫ്രം ഒരു ഏകദേശം 1200 വർഷം മുമ്പേ AD 778 778 ഒരു ഡോക്യുമെന്റിൽ നമ്മൾ ഈ രണ്ട് സെയിൻസ് മാർട്ടിയേഴ്സിനെ പറ്റി, ഫീമെയിൽ മാർട്ടിയേഴ്സിനെ പറ്റി ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സമ്മറി ഓഫ് ദെയർ ലൈഫ്, വളരെ ഷോർട്ടായിട്ട് ഒരു സമ്മറി ഓഫ് ദെയർ ലൈഫ് ഉണ്ട്. അത് വായിച്ച് നോക്കിയപ്പോൾ ദിസ് ഇസ് വൺ ഓഫ് ദി ഏർലിയസ്റ്റ് എവിഡൻസസ് ഇൻ ദി സിറിയക് ട്രഡീഷൻ. വായിച്ചു നോക്കിയപ്പോൾ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ വളരെ റെലവെന്റ് ആയിട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ അതിൽ നിന്ന് കണക്ട് ചെയ്യുവാൻ സാധിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. I will quickly go through that document and അതിൻ്റെ അകത്ത് നമുക്ക് ചർച്ച ചെയ്യുവാൻ, ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യുവാൻ നമ്മുടെ ലൈഫിനെ ശരിക്കും ടച്ച് ചെയ്യുന്ന ഒത്തിരി 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 ആശയങ്ങളുണ്ട്. അത് എല്ലാം തന്നെ കവർ ചെയ്യുവാൻ ഉള്ള ഒരു അവസരം അല്ല ഇത്. പക്ഷേ ഐ വുഡ് ലൈക്ക് ടു, എൻ്റെ ഉദ്ദേശം ഇതാണ്, to not go very deeply into any of these things, പക്ഷേ to briefly mention, as I read through this document, Englishilana, as I read through this document, I will pick up on a few things that I think might be relevant to the lives of those who are listening in today. And എല്ലാവർക്കും അത് ചിലപ്പോൾ relevant ആയിരിക്കത്തില്ല. ചില points might be touching to you. So please accept the points and the ideas that might be relevant to you. അപ്പോൾ ഞാൻ വളരെ പെട്ടെന്ന് ഈ ഡോക്യുമെന്റ് I'll be going through. During the reign of the bad and wicked Maximus, there was a governor named Aquinas, and there was a great persecution of the Christians. There was a certain man in an eastern land in the city, which is called Heliopolis, and he lived in a village called Glacius, which is 12 miles distant from Eucaitia, and his name was Dioscoros. And he was very rich and he was benevolent. അപ്പോൾ ദിയോസ്കോറോസ് എന്ന് പറയുന്ന ഒരു വളരെ ധനവാനായ ഒരു ഗ്രീക്ക് മനുഷ്യൻ ഉണ്ടായിരുന്നു. അയാൾക്ക് ഒരു മകൾ ഉണ്ടായിരുന്നു, ഏക മകളായിരുന്നു. An only daughter, her name was Barbara. And her father made a high tower for her and shut her up in it, so that she might not be seen of men because of the exceeding fairness of her beauty. എൻ്റെ ഒന്നാമത്തെ ആശയം ഈ ഒരു ഭാഗമായി ബന്ധപ്പെട്ടാണ്. Her father made a high tower for her and shut her up in it, so that she might not be seen of men because of the exceeding fairness of her beauty. ഇത് വായിച്ചപ്പോൾ ഒരു കറണ്ട് ആയിട്ടുള്ള ഒരു ചിന്ത ഇതാണ്. പലപ്പോഴും ഈ പിതാവിനെ പോലെ നമ്മൾ മാതാപിതാക്കള് ചിലപ്പോൾ നമ്മുടെ മക്കളെ we overly protect them. We try to shut them up from the effects of this world. ആ ഓവർ പ്രൊട്ടക്ഷൻ എന്തുമാത്രം ആണ് അവരെ ബാധിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. Let me continue. But some of the great and distinguished men of the city came to the father of Saint Barbara and tried to persuade him about a marriage union. But when these things were spoken of to her father, he went to the tower beside his daughter and said to her, "My daughter, some great people have been trying to persuade me concerning you, to marry you to them. What do you wish, my beloved daughter?" She gazed on him with anger and lifted up her glance to heaven and said, "Do not force me to do this, father, or else I will kill myself." രണ്ടാമത്തെ ആശയം ഇവിടെ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. Let me reread that phrase. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ മാച്ചസുമായി ഈ അപ്പന് മകളുടെ അടുത്ത് വരുമ്പോൾ ഈ ബർബറയുടെ മറുപടി ഇതാണ്, "Do not force me to do this, father, or else I will kill myself." ഈ killing the self, this is something നമ്മൾ sadly, this is something that is very relevant to us today. Just a few weeks ago, ഇവിടെ South Florida, a relatively young gentleman who had
three young children. ഇവിടെ സിറോ മലബാർ കാത്തലിക് കമ്മ്യൂണിറ്റിയിൽ ഒരു ചേട്ടൻ എന്ന് വേണമെങ്കിൽ പറയാം, relatively young gentleman, he took his own life. ഈ കമ്മ്യൂണിറ്റിയിൽ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. This taking one's own life is something that we need to take very seriously. And നമ്മൾ നമ്മുടെ മക്കളുടെ പറ്റി ചിന്തിക്കുമ്പോൾ, let us be very conscious about what our children are saying about harming themselves. നമ്മളത് സീരിയസ് ആയിട്ട് എടുക്കണം. And this phrase right here, this response of Barbara, is something that should make us think about the seriousness with which we should take our children when it comes to self-harm. Do not force me to do this, Father, or else I will kill myself. Let me continue. ഇവളുടെ ഈ ബാർബറയുടെ പിതാവ് ദിയസ്കോറോസ്, he was making വലിയ ഒരു ബിൽഡിംഗ് പണിയുകയായിരുന്നു. And he told them to make it in a wonderful way. പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ്ലി ഈ ഒരു കെട്ടിടത്തിന് ആകെ 2 മെയിൻ വിൻഡോസ് ഇയാള് വെച്ചുള്ളൂ. അപ്പോൾ അവിടെ ബാർബറ ചോദിക്കുന്നു, why have you put only 2 windows? പണിക്കാര് പറഞ്ഞു, this your father has commanded us. The handmaid of God Barbara said to them, do this thing that I command you without fear. Set up another one for me. അതായത് 3ാമത്തെ ഒരു ജനല് വെക്കുവാൻ ബാർബറ പണിക്കാരോട് പറഞ്ഞു. അവര് ഭയപ്പെട്ടു. പക്ഷെ അവള് പറഞ്ഞു, I have told you, do without fear what I tell you, and I will persuade my father concerning this. 3ാമത്തെ ആശയം ഇതുമായി ബന്ധപ്പെട്ടാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. Let me repeat. ബാർബറ പറഞ്ഞത് ഇതാണ്, I have told you, do without fear what I tell you, and I will persuade my father concerning this. ഈ ഒരു ആശയം കൊണ്ട് തന്നെ നമുക്ക് മണിക്കൂറുകൾ സംസാരിക്കാം. ഇവിടെ what do we see? We see a powerful saint who, with bold confidence, without fear, is telling the workers, ഞാൻ പറയുന്നത് കേൾക്കുക, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ എൻ്റെ പിതാവിനെ ഞാൻ കൺവിൻസ് ചെയ്യിപ്പിക്കാം. When we think about the present day application for this, our mothers, our sisters are so fearless. We need to be fearless. രണ്ടാമത്, persuading our father concerning this. She will intercede on their behalf to her father, just like Barbara will intercede on our behalf to our father. നമ്മളും അതുപോലെ തന്നെ, our women are able to have this wonderful ability to be persuading, and so we need to learn from this and teach our daughters about that they can be without fear and they can be powerful intercessors. We can be powerful intercessors, and this is also a reminder of how Barbara is also a powerful intercessor to her father, to our father. Now, let me continue. When the handmaid of God Barbara had walked into the bathhouse which was being built, she entered on the eastern side. So she drew with her finger on the marble wall the sign of the cross. അപ്പോൾ ഒരു കുരിശടയാളത്തിൽ അവിടെ ഭിത്തിയിൽ കുരിശ് വരച്ചു. And the figure of the cross is there till this day. ഇന്ന് വരെ ആ കുരിശിന്റെ അടയാളം ആ മാർബിളിന്റെ മണ്ടയ്ക്കുണ്ട്. ശ്രദ്ധിക്കുക. For the penitence and confusion of those who see it and do not believe. അത് കണ്ടിട്ട് വിശ്വസിക്കാത്തവർക്ക് penitence, while it was a cause of fear to all those who approached and entered it and believed, receiving healing and help. അപ്പോൾ മൾട്ടിപ്പിൾ വിഷ്വൽസ് ആണ് ഇവിടെ വരുന്നത്. ഒന്ന്, ഭവനകൂദാശയിൽ അവിടെ വൈദികൻ എന്തുവാണ് ചെയ്യുന്നത്? അവിടെ ആ പുതുതായി നിർമ്മിക്കപ്പെട്ട ആ കെട്ടിടത്തിൽ അവിടെ കുരിശടയാളത്തിൽ കുരിശ് വരയ്ക്കുന്നു. സോ ദിസ് ഇസ് ഇവിടെ 1200 വർഷം മുമ്പേ നമ്മൾ ഇവിടെ ഒരു എവിഡൻസ് ആണ് കാണുന്നത്. ഭവനകൂദാശ, അവിടെ ഒരു സ്ത്രീ കുരിശടയാളത്തിൽ അവിടെ കുരിശ് വരയ്ക്കുന്നു. അവിടെ 2 ഗ്രൂപ്പ്സ് ഉണ്ട്. ഇവിടെ 2 ഗ്രൂപ്പ്സിനെ പറ്റിയാണ് പരാമർശമുള്ളത്. ഒന്ന്, അവിടെ ആ കുരിശ് അടയാളം വയ്ക്കപ്പെട്ട ആ ഭവനത്തിന്റെ മുമ്പാകെ 2 ഗ്രൂപ്പ്സ്. ഒരു ഗ്രൂപ്പ് അവിടെ ഈ കുരിശ് കണ്ടിട്ട് വിശ്വസിക്കാത്തവർക്ക് പെനിറ്റൻസ് ആൻഡ് കൺഫ്യൂഷൻ. രണ്ടാമത്തെ ഗ്രൂപ്പ്
ഈ കുരിശടയാളത്തിൽ അതിനെ ബ്ലസ് ചെയ്യപ്പെട്ട ആ ഭവനം, those who enter it, who believe, then they will receive healing and help. വളരെ നമ്മൾ ശ്രദ്ധേയമായ ഒരു ഭാഗമാണിത്. നമ്മൾ വിശുദ്ധ ദേവാലയത്തിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ, നമ്മുടെ ഭവനങ്ങളിൽ പ്രവേശിക്കുമ്പോൾ, അത് ഒരു കൺഫ്യൂഷന്റെ വരുത്തുന്ന ഒരു സ്ഥലം പാർപ്പിടം ആണോ? ഓർ is it a place where we believe, we enter it receiving healing and help? നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കുരിശടയാളത്തിൽ നമ്മൾ വാഴ്ത്തപ്പെട്ട ഏത് ഭവനവും, it should be a place when we enter it, we should think about the cross that has blessed that home, and it should be a place for healing and help. Let me continue. Then Barbara, she ascended to the tower in which she dwelt, and she lifted up her eyes and saw those idols which her father worshipped, and she cried to the Holy and life-giving Spirit, and she conquered the devil and spat in the faces of the idols. ശ്രദ്ധിക്കുക. അപ്പൊ അവിടെ പിതാവ് ദിയോസ്കോറോസ്, വെരി റിച്ച് ഗ്രീക്ക് മാൻ, അവർക്ക് അവരുടെ ദൈവങ്ങളുണ്ട്, ഐഡൽസ് ഉണ്ട്. അപ്പോൾ ഇവള് ബർബറ എന്ത് ചെയ്തു? 3 കാര്യങ്ങളാണ് അവിടെ ചെയ്തത്. ഒന്ന്, she cried to the Holy and life-giving Spirit. രണ്ടാമത്, she conquered the devil. മൂന്നാമത്, she spat in the faces of the idols, saying to them, your makers are like you and all those who trust in you. ഈ 3 കാര്യങ്ങൾ വാസ്തവത്തിൽ പവർഫുൾ വെപ്പൺസ് ആണ്. നമ്മുടെ ലൈഫിലുള്ള കുറെ ഐഡൽസ് ഉണ്ട്. ആ ഐഡൽസിനെ തകർക്കുവാൻ ഈ 3 അപ്രോച്ചസ് വളരെ ശ്രദ്ധേയമാണ്. ഒന്നാമത്, we should cry to the Holy and life-giving Spirit. വിശുദ്ധിയുള്ള ജീവൻ നൽകുന്ന റൂഹായോട് നമ്മൾ പ്രാർത്ഥിക്കണം. We need to cry out to the Holy Spirit. Number 2, then we can conquer the devil. നമ്മുടെ ലൈഫിലുള്ള ഐഡൽസ് എന്തൊക്കെയാണ്? സോഷ്യൽ മീഡിയ വലിയ ഒരു ഐഡലാണ്. നമ്മൾ പലപ്പോഴും we go to sleep with our cell phones in our hands. We go to sleep watching social media. We go to sleep watching TV. അത് ഒന്ന് ചിന്തിക്കുക. ഒരു 30 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കുവാൻ സാധിക്കുമോ? കിടക്കുന്നതിന്റെ മുമ്പ്, രാത്രി 10 മണിക്ക് കിടക്കുവാണെങ്കിൽ 9:30 ആവുമ്പോൾ അറ്റ്ലീസ്റ്റ് 30 മിനിറ്റ്സ് ബിഫോർ ആ ഫോണ് ദൂരെ സ്ഥലത്ത് വല്ല ചാർജ് വെച്ച് അല്ലെങ്കിൽ അലാം വെച്ചിട്ട് ഒരു 30 മിനിറ്റ്സ് നമുക്ക് ആ ഐഡലിൽ നിന്ന് നമുക്ക് മാറി നിൽക്കുവാൻ സാധിക്കുമോ? Let us cry to the Holy Spirit to help us conquer the devils that we have in our lives, the idols that we have in our lives. And then we will be able to conquer and spit in the faces of the idols, so to speak. അതിനുശേഷം ശ്രദ്ധിക്കുക, she climbed up to her tower and prayed continually to the Holy Cross. കുരിശിനെ വാഴ്ത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സെയിന്റിനെയാണ് നമ്മൾ കാണുന്നത്. സോ നമ്മുടെ ഐഡൽസിനെ കോൺകർ ചെയ്യുമ്പോൾ അതിനുശേഷം we do not rest on our laurels. We have to continue praying to Jesus, to the Holy Cross. അടുത്ത സീനിലേക്ക് പോകുന്നു. അവളുടെ പിതാവ് ദൂരയാത്രയിൽ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നു. അപ്പോ അവിടെ ആ ഒരു ബാത്ത് ഹൗസ് സെറ്റപ്പ് ചെയ്തപ്പോൾ 2 ജനലാണ് പറഞ്ഞത് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഉടനെ 3 ജനൽ കണ്ടപ്പോൾ പണിക്കാരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ 3 ജനൽ പണിയിപ്പിച്ചത്? ഉടനെ അവർ പറഞ്ഞു, താങ്കളുടെ മകളാണ് ഞങ്ങളോട് ഇത് കൽപ്പിച്ചത്. അപ്പോൾ അവിടെ പിതാവ് മകളോട് ചോദിക്കുന്നു, താങ്കളാണ് ഇത് ചെയ്തത്? ഉടനെ അവൾ പറയുന്നു, യെസ്, for I did well in commanding it, because it is pleasing that the Trinity enlightens all men who come into the world, for 2 would have been darkness. ശ്രദ്ധിക്കുക, I did a good thing. കാരണം എന്തുവാ? നല്ല കാര്യമാണ് ഞാൻ ചെയ്തത്. കാരണം Trimurti, the Trinity enlightens all men who come into the world. So Barbara saw in the 2 windows an imperfection. അവിടെ വിശുദ്ധ തൃത്വത്തിനെ അവിടെ ആ ജനലിൽ കണ്ടു. So
what can we learn from this? There's so many things we can learn from this situation here. ഒരു സാധാരണമായിട്ടുള്ള കാര്യത്തിൽ ഒരു സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ് കാണുന്ന ഒരു സ്ത്രീ. So she saw the three windows, that there should be three windows, because it is the Trinity that enlightens all of us who come into the world. For two would have been darkness. അവിടെ രണ്ട് മാത്രം എന്ന് പറയുന്നത് ഒരു കുറവായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം that even this saint had a powerful understanding of the Holy Trinity at such a young age. അപ്പോൾ അവിടെ ഈ ഓർക്കണം, പിതാവ്, he is a pagan. Her father, Dioscoros, the rich Greek man, he's a pagan. He's not a believer in Jesus. He's not a believer in the Holy Trinity. അപ്പോൾ and he was a very strict follower of the pagan gods. അപ്പോൾ ഇവളുടെ ഫാദർ റിയാക്ഷൻ വളരെ സ്ട്രോങ് ആയിരുന്നു. പിതാവ് ചോദിച്ചു, tell me, in what way is the light of the three better than that of two? The handmaid of God, Barbara, said to him, look and see. Lo, there is the Father, the Son, and the Holy Ghost. എന്ന് പിതാവ് ദാ കാണുന്നു, പിതാവും പുത്രനും പരിശുദ്ധ റൂഹ എന്ന് പറഞ്ഞപ്പോൾ ഇവളുടെ പിതാവ് ക്രോധത്തിൽ വാളെടുത്ത് ഇവളെ കൊല്ലുവാൻ ശ്രമിച്ചു. പക്ഷേ അവിടെ ബാർബറ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നു. ആൻഡ് ഇമ്മീഡിയറ്റ്ലി, ശ്രദ്ധിക്കുക, അപ്പോൾ അവിടെ തൊട്ടടുത്ത് ഉണ്ടായിരുന്ന ഒരു പാറ അത് പിളർന്നു. ആൻഡ് ഷീ walked right through the rock, and her father was left stunned. അപ്പോൾ അവിടെ then I will skip a few parts, and then അതിനുശേഷം ഇവളുടെ പിതാവ് ഇവളുടെ പുറകെ അന്വേഷിച്ചു പോയി. And then after that he asked the shepherds where she is, and one of them, wishing to rescue her, denied with oaths that he had seen her, while the other shepherd pointed out with his finger, and the handmaid of God, Barbara, cursed him. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, ഇവള് എവിടെയാണ് എന്ന് ഒരു ആട്ടിടയൻ ചൂണ്ടിക്കാണിച്ചു. എന്നിട്ട് ഉടനെ ബാർബറ ആ വ്യക്തിയെ ശപിച്ചു. പെട്ടെന്ന് ഞാൻ ഓർത്തു പോകുന്നത് എൻ്റെ അമ്മയാണ്, മരിച്ചുപോയ മമ്മി. വളരെ വിശുദ്ധിയോടുകൂടി ജീവിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ് എൻ്റെ അമ്മ. ഞങ്ങൾ ബോംബെയിൽ ആയിരുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഒരു കാരണമില്ലാതെ ഒരു ബസ് കണ്ടക്ടർ എൻ്റെ അമ്മയെ എന്തോ കാരണം കൊണ്ട് വേണ്ടാത്ത എന്തോ പറഞ്ഞു. ഈ വളരെ സെയിന്റ്ലി ആയിട്ടുള്ള എൻ്റെ അമ്മ മനസ്സുകൊണ്ട് ആ വ്യക്തിയെ ശപിക്കുകയും ചെയ്തു. എന്നോട് പിന്നീട് പറഞ്ഞു. എന്നിട്ട് അടുത്ത ആഴ്ച ആ ബസ് എടുക്കാൻ നോക്കിയപ്പോൾ ഈ കണ്ടക്ടർ മാറിയപ്പോൾ ചോദിച്ചപ്പോൾ ആ കണ്ടക്ടർ ആ കഴിഞ്ഞ ആഴ്ച ആ യുവ കണ്ടക്ടർ മരിച്ചു എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. അപ്പൊ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞ കാര്യം ഞാനിപ്പോഴും മറക്കത്തില്ല. നമ്മളോട് ആര് എന്ത് ദ്രോഹം ചെയ്താലും ശരി, നമ്മൾ ഒരിക്കലും അവരെ ശപിക്കരുത്. കാരണം ആ ശാപം ഏറ്റുകഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാരം ചിലപ്പോൾ ചുമക്കുവാൻ ഒത്തിരി പ്രയാസം ആയിരിക്കും. So when we read this passage here about Barbara cursing the shepherd, this is something that reminds us. So ഒരു practical lesson that we can learn from today is that we have to be very careful. നമ്മളെ ആര് എന്ത് ഉപദ്രവിച്ചാലും ശരി, we have to be very careful when we are thinking about somebody else, because വേണ്ടാത്ത ചിന്തകൾ ചിന്തിച്ചാൽ ആ ചിന്ത കൊണ്ട് തന്നെ ആ വ്യക്തിയെ ഹാം ചെയ്യുവാൻ ഉള്ള സാധ്യത ഉണ്ട്. ഇതിനുശേഷം ഈ ബാർബറയുടെ പിതാവ് he found her, അവളെ കണ്ടുപിടിച്ചു. He dragged her by the hair of her head, and അവളെ ആ മൗണ്ടനിൽ തന്നെ വളരെ ശക്തമായിട്ട് അവളെ ക്രൂരമായി അവളെ അടിക്കുകയും എന്നിട്ട് ഒരു പ്രസന്റ് അകത്ത്, ഒരു സെല്ലിന്റെ അകത്ത് ഇംപ്രസൻ ചെയ്തു. ആൻഡ് ഹി സീൽഡ് the prison with his signet ring, and he put guards around her to guard her. ചിന്തിക്കുക, this is a very similar situation to Christ. Christ was put into a tomb and it was sealed, and there were guards set around her. So this myth is
making a comparison between Jesus and this Barbara, who is soon to be a martyr. എന്നിട്ട് പിതാവ് എന്ത് തീരുമാനിച്ചു? ഇവളെ അവിടുത്തെ ആ ഗവർണറിന് മുമ്പാകെ കൊണ്ടു നിർത്തുവാൻ തീരുമാനിച്ചു, to make a stand before Marcianus, the governor, and so that he will commit her to him for judgment. When the governor had arrived, he commanded them to bring her. Then her father went in with Gerontius, the prison clerk, and they brought her out of the cell and delivered up to the governor. Her father swearing to him by his gods that he would put her to death by severe punishments and bitter tortures. So, പിതാവ് promise ചെയ്തു that she would be killed with severe punishments. The governor sat on his judgment seat, and when he saw her beauty, he said to her, what do you wish? Would you like me to have pity on you? Then admit your mistakes, or else I will deliver you up to bitter torments. The handmaid of God, Barbara, answered and said to him, I am ready to offer the sacrifice of praise to the Savior of my soul, to him who has made the heavens and the earth and the seas and all that is in them. For concerning your gods, the prophet David has said, they have a mouth, but they do not speak. The Sankirtanam, the 115 Sankirtanamana. David പറയുന്നു, they have a mouth, but they speak not. They have eyes, but they see not. They have ears, but they hear not. They have hands, but they feel not. They have feet, but they walk not, and they cry not with their throats. Their makers are like unto them, and so are all those who trust in them. അപ്പോൾ അവിടെ ദാവീദിന്റെ സങ്കീർത്തനം കോട്ട് ചെയ്തപ്പോൾ അവിടെ the governor was filled with rage and anger. What can we learn from this? നമ്മളെ എതിർക്കുന്ന ശക്തികൾ നമ്മളെ അക്യൂസ് ചെയ്യുമ്പോൾ, what is the weapon that we have at our disposal? ഈ ലോകത്തിൽ, ഈ ജീവിതത്തിൽ, നമ്മുടെ ഡെയിലി ലൈഫിൽ ഒത്തിരി തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരും. അപ്പോൾ അതിനോടുള്ള നമ്മുടെ റെസ്പോൺസ് എന്തുവാണ്? ഇവിടെ ഒരു ആക്യൂസേറ്ററി ഇവളെ വിധിക്കുന്ന വിധത്തിലുള്ള രീതിയിലുള്ള ആ ഒരു സാഹചര്യത്തിൽ ബർബറയുടെ ആയുധം എന്തുവായിരുന്നു? സങ്കീർത്തനമായിരുന്നു. But the words of the Bible. Let us be like Saint Barbara by using the words of the Bible as our defense. Let me quickly move to the conclusion part. I'm going to skip quite a few parts of this, and towards last basically കാരണം സമയത്തിന്റെ പരിധികൾ കൊണ്ട് I will slowly wind up my words. ഇവിടെ last ഭാഗം, before I mention Juliana, the fact that there's a long beautiful prayer by Barbara, and ഈ ഒരു ടെക്സ്റ്റ് വേണമെങ്കിൽ ഞാൻ പിന്നീട് I can forward this beautiful text of this section so that you can also use this wonderful prayer. ഇവിടെ ആ പ്രയറിന്റെ ഭാഗം ജസ്റ്റ് ഒന്ന് വായിക്കുന്നു. She prayed and said, O Lord Jesus Christ, co-eternal with the Father, the invisible, the uncreated, the crown of martyrs, he who has stretched out and laid the foundations of the earth, he who commands the clouds and they produce the rain, brings down his dew on the good and on the bad, he who walks on the back of the sea and does not wet his steps. Everyone obeys you, Lord Jesus Christ, because they are the work of your hands. Please grant us this request which I seek from you, and give grace to me, your handmaid. To everyone who makes mention of your holy name and of the name of your handmaid, who makes a commemoration and remembers my martyrdom. അപ്പോൾ അതായത് ആരൊക്കെ അങ്ങയുടെ യേശുക്രിസ്തുവിന്റെ നാമം എടുക്കുന്നുവോ, എന്റെ നാമം എടുക്കുന്നുവോ, എന്റെ ഒരു കമ്മെമറേഷൻ ഓർമ്മ നടത്തുന്നുവോ, O Lord God, my Savior, let no plague of infection nor of cancer come upon that country or on that house, on the body of anyone who is in it, whether male or female, nor yet upon the children. And remember not against them their sins, but grant a recovery even to the lepers. For you knows, O Lord, that they are flesh and blood, the work of your pure and holy hands. And to you honor and adoration is due forever and ever. Amen. What a wonderful and powerful prayer. അതിനുശേഷം ഉടനെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്ത് രണ്ട് പാരഗ്രാഫ്സേ ഉള്ളൂ. അവിടെയാണ് യൂലിയാനയുടെ ഒരു ചെറിയ പരാമർശമുണ്ട് അവിടെയുണ്ട്. And when she had said amen, there was a voice from heaven near her saying, Come, my martyr, you are clothed with suffering, and you have won victory in your own person. Come rest in the mansions of my paradise in heaven.
with my beloved Juliana. For you have asked, and whatever you have asked has been given to you. And all who are seized with diseases which you have mentioned will be healed while they confess their sins. അത് അടുത്ത ഒരു ആശയമാണ്. When we confess our sins and intercede through the martyrs who gave up their life for the faith, like Saint Barbara and her beloved, the beloved Juliana, who also saw Barbara and also decided to be a martyr by also professing her faith in the Holy Trinity and Jesus. അപ്പോൾ അവിടെ ആണ് അവിടെ രണ്ട് ആശയങ്ങളാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത്. അവിടെ അവരുടെ പാപങ്ങൾ അവര് ഏറ്റുപറഞ്ഞു. And they also interceded through and remembered the memory, celebrated the memory of this martyr. Last couple of paragraphs, Anna. When the martyr of the Christ, Barbara, had heard these things, she went to the place which was prepared for her to die in it. And she was crowned by the sword of her father Dioscoros. And she died, the Holy Virgin Martyr Barbara, with Juliana, who had attached herself to her, and their heads were cut off in that place. When the father of Holy Barbara came down from the mountain, Sadikya, fire fell from heaven and consumed him. Avളുടെ പിതാവിനെ the fire consumed her father, Dioscoros the rich man, and Marcianus the governor, so that it was seen also by all who stood around them. The Holy Barbara was crowned in the month of December on Thursday. Glory and honor be to God forever and ever. Here ended the martyrdom of Holy Barbara. Let us all bow our heads for a word of prayer. Barakamor, in the name of the Father, Son, and the Holy Spirit, one true God, forever and ever. Amen. Heavenly Father, we thank you and we praise you. Holy Son, our Lord Jesus Christ, we seek your powerful mercies. O Holy Spirit, we pray to you for strength to overcome any and all evils that are put in our way. As the Holy Barbara shared with us over these last few more precious moments on how we are to lead our lives. May her life story, may the myths surrounding her touch our hearts. May we live a life that, O Holy Trinity, is pleasing to you. May we overcome all obstacles through prayer to the Holy Spirit. May our intercessions and our memorials of the departed martyrs like Barbara, Saint Barbara and Saint Juliana continue to be a source of help and blessings, especially in times of trouble. We pray all of this as we glorify you, your only begotten Son, and the Holy Spirit, now and always and forever and ever. Amen. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ബഹുമാനപ്പെട്ട മാത്യു അല്ലെങ്കിൽ ഷോണച്ചൻ അനുഗ്രഹീതമായ ഒരു സന്ദേശം നമ്മളെ പഠിപ്പിച്ചു. ചരിത്രത്തിന്റെ താളുകളിൽ നിന്നും ക്രിസ്തുവിനെ സ്നേഹിച്ച് ഈ ലോകത്ത് ക്രിസ്തുവിനു വേണ്ടി മരിച്ച വിശുദ്ധന്മാരുടെ പട്ടികയിൽ പ്രധാനമായി ബാർബറായും ജൂലിയാനായും ഈ രണ്ട് വ്യക്തികളെ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാനാണ് പ്രിയപ്പെട്ട അച്ഛൻ ശ്രമിച്ചതും ശ്രദ്ധിച്ചതും. അതിന്റെ ചരിത്ര നിമിഷങ്ങളും ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നുവെന്നും ക്രിസ്തുവിനെ കണ്ടെത്തുവാനും ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുവാനും ഈ വിശുദ്ധർ പരിപാലിച്ച ചില നിമിഷങ്ങളെയുമൊക്കെ വളരെ ഭംഗിയായി നമ്മളെ പഠിപ്പിച്ചു. അച്ഛൻ പറഞ്ഞു, എല്ലാ ഞായറാഴ്ചയും അതാത് ആഴ്ചകളിൽ വരുന്ന വിശുദ്ധരെ ചുരുങ്ങിയ വാക്കുകളിലെങ്കിലും പരിചയപ്പെടുത്തുവാൻ അച്ഛൻ ശ്രദ്ധിക്കാറുണ്ട്. ഇന്ന് എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയ ഒരു ചിന്തയാണ് പ്രിയപ്പെട്ട അച്ഛൻ വിശുദ്ധ കുർബാന മധ്യേ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നതെങ്കിൽ അത് ദേവാലയത്തിന് കൂടുതൽ നന്മയ്ക്കും തലമുറയ്ക്ക് അനുഗ്രഹത്തിനും മുഖാന്തരമാകുമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് വിശുദ്ധന്മാരെ ഞാൻ കൂടുതൽ ഇനി ഇതിനെക്കുറിച്ച് ആമുഖ വാക്കുകളൊന്നും ഉപസംഹാര വാക്കുകൾ പറയേണ്ട ആവശ്യമില്ല. എങ്കിലും 2-3 ചെറിയ കൊച്ചു കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് the lives of saints is very important in our church. ഇതിനെയാണ് അച്ഛൻ കൃത്യമായിട്ട് പഠിപ്പിച്ചത്. They are the true intercessors of our church. ഇത് നമ്മൾ എപ്പോഴും ഓർക്കാനുള്ളൊരു കാര്യമാണ്. നമ്മൾ ദേവാലയത്തിൽ നിൽക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും some are with us just like an angel. They are the true intercessors. Second one, they are the real image of recognition of God's work. നമുക്ക് എപ്പോഴും തിരക്കുള്ളവരാണ്.
അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ യാത്രയിൽ പ്രാർത്ഥന മാറ്റിവെക്കുന്നത്. ഭക്ഷണം മാറ്റിവെച്ചില്ലെങ്കിലും പ്രാർത്ഥന നമ്മൾ മാറ്റിവെക്കും. പക്ഷെ ഈ വിശുദ്ധരെ സംബന്ധിച്ചിടത്തോളം they recognized the works of God through their personal life. മൂന്നാമത്, they are the real examples of holiness. അതുകൊണ്ടാണ് അവരെ വിശുദ്ധരെന്ന് നമ്മൾ വിളിക്കാൻ കാരണം. നമുക്ക് നമ്മുടെ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിലേക്കൊക്കെ നമ്മളൊന്ന് എത്തി നോക്കിയാൽ നമ്മൾ തന്നെ പറയും, അത്രയൊന്നും പറ്റത്തില്ല, ഞാൻ പുറകോട്ട് നിന്നോളാം. But they showed themselves as they are the real fragrance or image of holiness. ഇങ്ങനെ ഉള്ള വിഷയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രിയപ്പെട്ട അച്ഛൻ ബാർബറ എന്നൊരു വ്യക്തിത്വത്തെ നന്നായി പഠിപ്പിച്ചു. ജൂലിയാന അതാരാണെന്ന് പഠിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചു. പ്രിയപ്പെട്ട അച്ഛന്റെ സന്ദേശത്തിന്റെ തുടക്കത്തിൽ അച്ഛൻ പറഞ്ഞത്, യൂഷ്വലി ഹി ഈസ് ഡൂയിങ് ഹിസ് ഹോമിലീസ് ഓൺലി ഫോർ 3 minutes, maximum for 5 minutes. Now he exceeded 25 minutes. So it is a remarkable achievement in your life. അച്ഛന് നന്നായി പ്രസംഗിക്കാൻ കഴിവുണ്ട്. അതുകൊണ്ട് ഈ 3 മിനിറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് എൻ്റെ ഒരു സജഷനാണ്, അച്ഛൻ ഇഷ്ടം പോലെ ചെയ്യാം. നന്നായി ഇങ്ങനെയുള്ള വിഷയത്തെ പഠിക്കാനും പഠിപ്പിക്കുവാനും കൂടുതൽ സമയം അച്ഛൻ കണ്ടെത്തിയാൽ അത് സഭയ്ക്കും ഇടവകയ്ക്കും തലമുറയ്ക്കും പ്രയോജനകരമായിരിക്കും എന്ന് അച്ഛൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരന്റെ ഒരു ഉപദേശമായിട്ടും കൂടെ സ്വീകരിക്കും എന്ന് ഞാൻ പൊതുവായിട്ടൊക്കെ പറയും. അത് വ്യക്തിപരമായിട്ട് പറയേണ്ടതാണെങ്കിലും എനിക്കിത് അച്ഛന് കൊടുക്കാൻ പറ്റുന്ന ഒരു ചിന്തയായിട്ട് ഞാൻ പറയാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ, നന്മകൾ കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കട്ടെ.